പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. യേശുവിനോട് നമ്മൾ അടുക്കുമ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നാം അപേക്ഷിക്കുന്നു, ചില സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, ചില സമയത്ത് വാഗ്ദത്തത്തെ പറയുന്നു. ഇതിൽ ഒരു ഭക്തൻ ഒരു കാര്യം പറയുന്നത് നോക്കാം. ഇത് 30-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ, യഹോവേ, എന്റെ വിലാപത്തെ നീ എനിക്ക് നൃത്തമാക്കി തീർത്തു. ഞാൻ എപ്പോഴും വിലപിച്ചുകൊണ്ടേയിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ആനന്ദ നൃത്തമാക്കി മാറ്റിയിരിക്കുന്നു. ഇത് സന്തോഷകരമായ ഒരു വൃത്താന്തം. കണ്ടോ, സന്തോഷത്തെ വെളിപ്പെടുത്തുന്നു. കർത്താവെ, ഞാൻ എപ്പോഴും പുലമ്പിക്കൊണ്ടിരുന്നു, കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അത് സന്തോഷമുള്ളതാക്കി മാറ്റിയിരിക്കുന്ന അങ്ങേക്ക് സ്തോത്രം. അപ്പോൾ ദൈവം നമ്മിൽ ഉണ്ടാക്കുന്ന മാറ്റം, ദൈവം തരുന്ന ആശീർവാദത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറയുക. ഇത് പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്നെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കർത്താവെ, ഞാൻ എപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കും, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, എന്നാൽ ഇപ്പോൾ എന്റെ പുലമ്പലങ്ങ് ആനന്ദ നൃത്തമാക്കി മാറ്റിയിരിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹന്നയെ കണ്ടിട്ടില്ലേ? അവളെപ്പോഴും പുലമ്പിക്കൊണ്ടേയിരിക്കും. എനിക്ക് മാത്രം കുട്ടികളില്ല, എനിക്ക് മാത്രം കുട്ടികളില്ല, എന്നെ മാത്രം ദൈവം ഇങ്ങനെയാക്കി. കരഞ്ഞുകൊണ്ടേയിരിക്കും, ഭർത്താവിനോട് കരയും, എപ്പോഴും ദുഃഖത്തോടെ ഇരിക്കും. കാണുന്നവരൊക്കെ, നിനക്കെന്തു പറ്റി ഹന്നെ? എന്നെ ദൈവം ഉപേക്ഷിച്ചു, എന്നെ മാത്രം മറന്നുപോയി, എനിക്ക് മാത്രം ഒന്നും ചെയ്യുന്നില്ല. രാത്രി മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കും, ഭക്ഷണം പോലും കഴിക്കില്ല. ഭർത്താവ് വിളിക്കും, വന്ന് കഴിക്ക്. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. കിടക്കയിൽ കിടന്ന് കരയും, പുലമ്പിക്കൊണ്ടേയിരിക്കും. ഹന്ന ഒരു പെണ്ണല്ലേ? കാരണം ഒരു കുഞ്ഞില്ല, നിന്ദ, പരിഹാസം, കൂടെ ഒരു ദുഃഖം. ഒരു ദിവസം ദൈവത്തോടവൾ പുലമ്പി, കണ്ണുനീരൊഴുക്കി, ദൈവമേ എന്ന് മനോഭാരത്തോടെ കരഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ തരയണമേ, അവനെ അങ്ങേക്ക് തന്നെ തരാം എന്ന് ദൈവത്തോടവൾ പുലമ്പിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം അവൾ പുലമ്പിയിട്ടേയില്ല, കരഞ്ഞിട്ടില്ല, സന്തോഷത്തോടെയിരുന്നു, മനോല്ലാസത്തോടെയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യഹോവയോട് ഒരു കുഞ്ഞിനു വേണ്ടി അപേക്ഷിച്ചു. യഹോവ എന്റെ നിലവിളി കേട്ട് ഒരു കുഞ്ഞിനെ തന്ന് എന്റെ നിന്ദയെ അകറ്റി എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നു. അതേപോലെയാണ് ഈ ഭക്തൻ പറയുന്നത്, എന്റെ വിലാപത്തെ അങ്ങ് ആനന്ദ നൃത്തമാക്കി മാറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾക്കായി വിലപിച്ചു, അവയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചില്ലേ? ആനന്ദ നൃത്തമാക്കി മാറ്റി അല്ലേ? എന്നെങ്കിലും അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് പറയൂ, ദൈവമേ, അങ്ങെന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റിയിരിക്കുന്നു. എനിക്ക് നന്മ ചെയ്തു, എനിക്ക് അത്ഭുതം ചെയ്തു, അങ്ങേക്ക് സ്തോത്രം, എന്റെ നിന്ദ മാറ്റിത്തന്നു, സുഖമാക്കി, സ്തോത്രം എന്ന് പറയുമോ? നിങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ടാകും. തുടർന്ന് ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ അത് വഴികൾ ഉണ്ടാക്കി തരും. പറയുമോ, ദൈവമേ, ഞാൻ എപ്പോഴും സങ്കടപ്പെട്ട് പുലമ്പി കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നു, അങ്ങെന്റെ കണ്ണുനീർ ആനന്ദ നൃത്തമാക്കി പിതാവേ. നന്മ ചെയ്തു, വിമോചനം തന്നു, എനിക്ക് സുഖം തന്നു, ആശീർവാദം തന്നിരിക്കുന്നു, അങ്ങേക്കു കോടാനുകോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സ്തുതിബലികൾ അർപ്പിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ